ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനും അമ്മയും അതുപോലെ കുഞ്ഞാവേ ലിതിമോളും കൂടെ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പോൾ അമ്മേനെ ഇന്ന് സർജനെ കാണിക്കണം, പിന്നെ കൊച്ചിനെ പീഡിയാട്രിഷ്യനെ കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരെ, ഇന്ന് എന്താണ് ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്തായോ? അതിന് നമ്മളിതേ രാജക്കാട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മേനെ സർജനെയും കാണിച്ച് കൊച്ചിനെ പീഡിയാട്രിഷ്യനെയും കാണിച്ചിട്ടോ. അപ്പോൾ അമ്മച്ചിക്ക് അതേ റൂമിൽ കയറിയിട്ട് BP ഉണ്ടോ, അതുപോലെ അമ്മയ്ക്ക് പനിയുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കയറുന്നത്. എല്ലാ പേഷ്യൻസിനെ വരുമ്പോൾ അങ്ങനെ നോക്കുവേ. അപ്പോൾ അമ്മയുടെ തൈറോയ്ഡ് ഡോക്ടർ കിടത്തിയിട്ട് അത് പരിശോധിച്ച് നോക്കുകയാണ് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത്. ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാ വിശേഷങ്ങളും വീട്ടിൽ ചെന്നിട്ട് പറയാതെ. പണി കിട്ടിയിട്ടുണ്ട് അമ്മയ്ക്ക്. വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു, അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഡോക്ടർ എന്താണ് പറഞ്ഞതെന്നൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര കുറുമ്പായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പുറകിൽ ഇരിക്കുകയാണ് രണ്ടുപേരും കൂടി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഡോക്ടർ എന്താണ് പറഞ്ഞതെന്നൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഡോക്ടർ നല്ലൊരു ഡോക്ടറാണ്, ലേഡി ഡോക്ടറാണ് കേട്ടോ. നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹത്തോടെയൊക്കെയാണ് വർത്താനം പറഞ്ഞത്. അനിറ്റ് എന്നാണ് ഡോക്ടറിൻ്റെ പേര്. ഡോക്ടർ കണ്ടതേ പറഞ്ഞു ഇത് സർജറി ആവശ്യമായിട്ട് വരും. അപ്പോൾ സർജറി ചെയ്യണം. അതിന് മുന്നേ ഡോക്ടറിന് വേറൊരു ടെസ്റ്റ് FNACയുടെ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് വലിയ മുഴയുള്ളത്. അത് ഡോക്ടർ പരിശോധിച്ചപ്പോൾ താഴത്തേക്ക് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല, മുഴ ആ ഭാഗത്തേ ഉള്ളൂ. ബട്ട് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് റിസ്ക് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നാളെ മോർണിംഗ് സ്റ്റാർ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി കാണിച്ചിട്ട് അതിൻ്റെ എങ്ങനെയാണെന്നൊക്കെ നോക്കണം. സർജറിയുടെ ഡേറ്റൊക്കെ തരും. സർജറി ഒരു പാക്കേജ് ആയിട്ടാണ് അവർ ചെയ്ത് തരുന്നത് കേട്ടോ. 10-50 രൂപ അടുത്ത് പാക്കേജ് വരും. പിന്നെ നമുക്കല്ലാതെ മെഡിസിൻ എടുക്കുന്ന ഇതിൻ്റെയൊക്കെ ആയിട്ടുള്ള പിന്നെ 3 ദിവസത്തേക്കാണ് സർജറി കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടത്. ആ 3 ദിവസത്തെ ആ പാക്കേജിലുണ്ട്. അതിന് കൂടുതൽ നമ്മൾ കിടന്നാൽ എക്സ്ട്രാ ചാർജ് ആകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 10-75 രൂപ നമുക്ക് എന്തായാലും വേണം. പിന്നെ നമ്മൾ വിചാരിച്ചു ജനറൽ ഹോസ്പിറ്റലിൽ പോയി ചെയ്യാം, എറണാകുളത്ത് ഇതിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ചെയ്യാമെന്ന് വിചാരിച്ചാലും നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ലിതിമോളും ഇവിടെ തന്നെയുള്ളൂ. അപ്പോൾ അവളെയും കൊണ്ട് പോകാൻ പറ്റില്ല. പിന്നെ ആരും ഇങ്ങനെ വന്ന് നിൽക്കുക, എല്ലാവരും വയ്യാത്ത ആളുകളൊക്കെയാണ്. അവർക്ക് നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കാനും നോക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഞാനിവിടെ നിന്നാലും അമ്മയുടെ അടുത്താണെങ്കിലും ആളില്ല. അതുകൊണ്ട് ലിതിമോൾ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാമെന്നൊരു ഇതിലാണ് നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ എറണാകുളത്ത് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീടിൻ്റെ കാര്യമൊന്നും അങ്ങ് ശരിയായില്ല. വീടിൻ്റെ കാര്യം ശരിയാവുമായിരുന്നെങ്കിൽ നമുക്ക് അവിടെ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ അവിടെ ജനറൽ ഹോസ്പിറ്റലിലോ ചെയ്യാമായിരുന്നു. പക്ഷേ അവിടെ ആകുമ്പോൾ അത്രയും പൈസയൊന്നും ആവത്തില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ വേഗം ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ. നമ്മളിപ്പോൾ ഗവൺമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ വേഗം ചെയ്യാൻ പറ്റത്തില്ല. വേറെ ഒന്നുമല്ല, അവർ ബുക്ക് ചെയ്യണം നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്നുള്ള ഡേറ്റ് എടുത്താൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചിലപ്പോൾ 1 മാസമൊക്കെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, അതാണ് ഏറ്റവും വലിയ സന്തോഷവും. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നാളെ മോർണിംഗ് സ്റ്റാറിൽ പോകണം. മോർണിംഗ് സ്റ്റാറിൽ പോയിട്ട് അറിയാം എന്താണ്, വേറെ എന്തെങ്കിലും ഉണ്ടോ, മുഴയല്ലേ നമ്മളത് നോക്കണമല്ലോ. അപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അവിടെ ഒരാൾ ഭയങ്കര ചുമയും ഇതൊക്കെയാണ് കേട്ടോ. എന്താ ചുമ്മാ എനിക്ക് ഭയങ്കര കുസൃതിയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ദേഷ്യം വാശിയൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ പിന്നെ കൊച്ചിനെയും കൊണ്ട് പോയത്. ആൾക്ക് കുഴപ്പമൊന്നുമില്ല, ജലദോഷമൊന്നുമില്ല. ഇപ്പം പാല് കുടിക്കുമ്പോൾ ഭയങ്കര കക്കുന്നുണ്ട്. നമ്മൾ തോളിക്കെടുത്തി തട്ടിയിട്ടും ആൾ കക്കുന്നതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയതാണ്. അപ്പം ശരിക്കും കൊച്ചിൻ്റെ വയറ്റിൽ ഇങ്ങനെ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു ഡോക്ടർ. അതിനുള്ള മരുന്ന് തന്നു, അത് കൊടുത്തു.
അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ഉച്ച സമയം കുറച്ച് നേരം ഉറങ്ങാനൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. ചെയ്യാന്ന് വെച്ചാൽ ഉടനെ ചെയ്യാന്ന് വെച്ചാൽ ഈ അടുത്ത ആഴ്ചയ്ക്ക് നമുക്ക് ഈസ്റ്ററും പെസഹായൊക്കെ വരുമല്ലേ. അപ്പം അതെന്തായാലും അവധി ദിവസങ്ങളായതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് 5-ാം തീയതി കഴിഞ്ഞിട്ട് ഉള്ള ഒരു ദിവസം ഡേറ്റ് എടുത്തിട്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് ക്യാഷൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ ഉള്ളൊരു ടൈം കിട്ടുമല്ലോ. അപ്പോൾ അതാണ് ഞങ്ങൾ അടുത്ത ആഴ്ചത്തേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ മെഡിസിൻ ഒന്നും ഡോക്ടർ വന്നിട്ടില്ല. നോക്കിയിട്ട് ഇതിൻ്റെ നാളെ കാണിക്കുന്നതിൻ്റെ FNACയുടെ റിസൾട്ടും കൂടെ അറിഞ്ഞിട്ട് ഡോക്ടർ തന്നെ കാണിച്ചിട്ട് എന്താണ് ഡോക്ടർ പറയുന്നത് നമുക്ക് നോക്കാം. പിന്നെ നല്ല ഡോക്ടറിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡോക്ടറിനെ. കണ്ട ഡോക്ടർ FNC ചെയ്യാനുള്ള സ്ഥലമൊക്കെ പടം വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല നല്ല ഇതായിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് വന്നത്. കണ്ട നല്ല ഇതായിട്ടൊന്നുമല്ല, നല്ലൊരു ഡോക്ടർ. ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, കൂടെ നിൽക്കുക. എല്ലാവർക്കും നന്മകളും ഉണ്ടാവട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.